നമസ്കാരം. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും അടക്കം മന്ത്രിമാർ കേസുകളിൽ അറസ്റ്റിലായാൽ 31-ാം ദിവസം സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ബിൽ പരിശോധിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. അതിനാടകീയമായ രംഗങ്ങളാണ് ബിൽ അവതരണ വേളയിൽ ഇന്ന് സഭയിലുണ്ടായത്. കെ.സി. വേണുഗോപാലും അമിത്ഷായും തമ്മിൽ രൂക്ഷമായ വാക്പോരുണ്ടായി. തൃണമൂൽ കോൺഗ്രസ് BJP അംഗങ്ങൾ കയ്യാങ്കളിയുടെ വക്കോളമെത്തി. എന്തിനാണ് പ്രതിപക്ഷം ഈ നിയമത്തെ എതിർക്കുന്നത്? എന്തിനാണ് ഭരണപക്ഷം ഇപ്പോൾ ഈ നിയമം കൊണ്ടുവരുന്നത്? ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ CPIM, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ ജിതിൻ ദേവ് BJP എന്നിവർ. ആദ്യം ശ്രീ അരുൺകുമാർ, ഈ നിയമത്തെക്കുറിച്ച് ആരെങ്കിലും കേട്ടാൽ എന്താണ് ഈ നിയമത്തിന് കുഴപ്പം എന്ന് ചോദിക്കും. അറസ്റ്റിലായാൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അറസ്റ്റിലായാൽ അവർ 30 ദിവസം കഴിഞ്ഞിട്ടും കസ്റ്റഡിയിൽ നിന്ന് മോചിതരാവുന്നില്ല എങ്കിൽ 31-ാമത്തെ ദിവസം അവരുടെ സ്ഥാനം ഇല്ലാതാകും. അവരെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയും. പ്രധാനമന്ത്രിയാണെങ്കിൽ രാഷ്ട്രപതിക്ക് പുറത്താക്കാം, മുഖ്യമന്ത്രിയാണെങ്കിൽ ഗവർണർക്ക് പുറത്താക്കാം, മന്ത്രിമാരെ മുഖ്യമന്ത്രി പുറത്താക്കണം. ഇതാണ് വിഭാവനം ചെയ്യുന്ന നിയമം. അപ്പോൾ കുറ്റവാളികളായ ആളുകൾ അറസ്റ്റിലായാൽ അവർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടേ എന്നായിരിക്കും സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കുക. എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ നിയമത്തെ എതിർക്കുന്നു? അഭിലാഷ്, തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരെ മാത്രം യോജിപ്പിച്ച് വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നതാണ് BJP അടുത്ത കാലത്ത് പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം. ചില ഭാഗത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിവാക്കും, മറുഭാഗത്താണെങ്കിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് അതിനുശേഷം പല ഒബ്ജക്ഷൻ കിട്ടിയതിന് ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ 1,00,000-ഓളം വോട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ അങ്ങ് കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൽ കൂട്ടിച്ചേർക്കും. അതിനെതിരെ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് പാർലമെന്റിനകത്തും പുറത്തും നടക്കുന്നത്. ബീഹാറിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ തേജസ്വിനി യാദവിന്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയും എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രക്ഷോഭം ലോകശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് വലിയ പ്രക്ഷോഭമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ള ഈ പ്രക്ഷോഭത്തെ എങ്ങനെയെങ്കിലും തടയുക, മുഖ്യ ശ്രദ്ധ അതിൽ നിന്നും മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തട്ടിക്കൂട്ടി എടുത്തിരിക്കുന്ന ഒരു ബില്ല് എന്ന രൂപത്തിലാണ് ഇതിനെ കാണുക. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ദീർഘവീക്ഷണത്തോടെ തന്നെ നേരത്തെ പ്ലാൻ ചെയ്തതായിരിക്കാം. ഒരു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ അത് ബന്ധപ്പെട്ട കക്ഷികളായിട്ട് ആലോചിക്കും, ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കും, ആ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യും, അത് MP-മാർക്കടക്കം നേരത്തെ കൊടുക്കും, ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കും, അതിനുശേഷം പാർലമെന്റിൽ അവതരിപ്പിക്കും, അതിനുശേഷം ഡ്രാഫ്റ്റ് കമ്മിറ്റിക്ക് വിടും, അല്ലെങ്കിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടും, MP-മാരുടെ സമിതിക്ക് വിടും. അങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. ഇന്നലെ വൈകുന്നേരം വരെ ഇത്തരത്തിൽ ഒരു ഡ്രാഫ്റ്റിനെ കുറിച്ചോ ബില്ലിനെ കുറിച്ചോ ഒരു വാർത്തയും പുറത്തുണ്ടായിരുന്നില്ല. വൈകുന്നേരത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ബില്ല് വരാൻ പോകുന്നു എന്നത്. അപ്പോൾ 130-ാം ഭരണഘടനാ ഭേദഗതിയായിട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാം കേൾക്കുമ്പോഴും നല്ലതായിട്ട് തോന്നും. ഇപ്പോൾ കാർഷിക പരിഷ്കരണ നിയമം കൊണ്ടുവരുമ്പോഴും ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ആ വാചകത്തിലും വാക്കുകളിലുമെല്ലാം നമുക്ക് നോക്കും, ഇത് കൊള്ളാലോ, മനോഹരമാണെന്ന് തോന്നും. പക്ഷേ ഇതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനും BJP ഇതര സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളെ തകർക്കാനും പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് അവരുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് എന്ന് നമുക്ക് കാണാൻ കഴിയും. കേസെടുക്കുന്നതാരാ? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരുടെ കയ്യിലാണ്? അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ്. അത്തരത്തിൽ കള്ളത്തെളിവുണ്ടാക്കുന്നതും സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തുന്നതും ഇതേ ഏജൻസികളാണ്. ഇതേ ഏജൻസികൾ തന്നെയാണ് കോടതിയിൽ ജാമ്യാപേക്ഷ വരുമ്പോൾ എതിർപ്പ് വാദവുമായിട്ട് വരുന്നത്. 30 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 റിമാൻഡ് പീരീഡ് കാലം മാത്രമാണ്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കഴിഞ്ഞാൽ 2 റിമാൻഡ് പീരീഡിന്റെ ഉള്ളിൽ ഒരിക്കലും ജാമ്യം കിട്ടില്ല, അത് നീണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ അവരുടെ സ്ഥാനഭ്രംശം കിട്ടുന്ന ഒരു സാഹചര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത ചരിത്രം നമുക്കില്ല. പ്രസിഡന്റിനും ഗവർണർക്കും എതിരായിട്ട് മാത്രമാണ് ഇമ്മ്യൂണിറ്റി ഉള്ളത്. ബാക്കി മുഖ്യമന്ത്രിക്കോ കേന്ദ്രമന്ത്രിമാർക്കോ സംസ്ഥാന മന്ത്രിമാർക്കോ അത്തരത്തിൽ ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. അപ്പൊ തങ്ങൾ വിചാരിക്കുകയാണ് ഇന്ന ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ ഒരു കേസ് തട്ടിക്കൂട്ടി എടുക്കാൻ, അതിന്റെ ഭാഗമായിട്ട് കള്ളത്തെളിവുണ്ടാക്കാൻ, ആ കള്ളത്തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ, ജാമ്യാപേക്ഷ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ റിമാൻഡ് പീരീഡ് അകത്ത് തന്നെ പിന്നെ അവരെ ആ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ, അയോഗ്യത കൽപ്പിക്കുന്ന തരത്തിൽ BJP കൊണ്ടുവന്നിരിക്കുന്ന ഈ ബില്ല് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. അത് പ്രതിപക്ഷത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം EDയുടെ കൺവിക്ഷൻ റേറ്റ് കേസ് എത്രയാ വന്നേ? 0.46 കൺവിക്ഷൻ റേറ്റ്. കള്ളപ്പണമാണെന്നും പറഞ്ഞ് ED കണ്ടെത്തിയ പണം 1% പോലും കള്ളപ്പണമാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പോ ഇത്തരത്തിൽ സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്താൻ ഇതൊക്കെ മതി. പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് ഉണ്ടെന്ന് തോന്നിയാൽ മതി. അത് എക്സിക്യൂഷനിലേക്ക് വരുമ്പോഴാണ് ഈ കേസുകളെല്ലാം വെറുതെ വിടുന്നത്. 0.46%. പക്ഷെ ഇതിന്റെ ഇടയിൽ എത്രയോ പേർക്ക് അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്ഥാനം നഷ്ടപ്പെടും, ഭരണഘടനാ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം പാർലമെന്റിൽ ഉയർന്നു വന്നിരിക്കുന്നു. നാളെ മുതൽ അത് തെരുവുകളിലേക്ക് വരും. ഇത് ഏകപക്ഷീയമായി ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ഭരണക്രമത്തെ അട്ടിമറിക്കാനും പ്രതിപക്ഷത്തിന്റെ നാവ്
അരിയാനും വേണ്ടിയിട്ടുള്ള നിയമവിരുദ്ധമായിട്ട് ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയത്. ശരി, ശ്രീ ജിൻഡോ ജോൺ, മുമ്പ് പല നിയമനിർമ്മാണങ്ങളും നമ്മുടെ സഭ കണ്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടിനിടെ ഇത്രയും നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായ ഒരു പാർലമെന്റ് ദിവസമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. തെലങ്കാന വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ പെപ്പർ സ്പ്രേ പ്രയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ നടന്നിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ ആഭ്യന്തരമന്ത്രി ഈ ബില്ല് അവതരിപ്പിക്കാൻ എഴുന്നേൽക്കുമ്പോഴേക്ക് തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ വെല്ലിലേക്ക് കുതിക്കുന്നു. കെ സി വേണുഗോപാൽ അതിരൂക്ഷമായൊരു പ്രസംഗം നടത്തുന്നു. അദ്ദേഹം ഈ ബില്ല് കീറി സഭാതലത്തിലേക്ക് എറിയുന്നു. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ബില്ല് കീറി അമിത്ഷായെ എറിയുന്നു. കല്ല് കൂടി എറിഞ്ഞു എന്ന് BJP ആരോപിക്കുന്നു. അമിത്ഷായുടെ മൈക്കിന്റെ അടുത്ത് വരെ എത്തുന്നു. സഭ അഡ്ജേൺ ചെയ്യുന്നു. 3 മണിക്ക് വീണ്ടും ചേരുമ്പോൾ 1-ാം നിരയിൽ നിന്ന് 3-ാം നിരയിൽ അമിത്ഷാ നിൽക്കുന്നു. അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് BJP അംഗങ്ങൾ നിൽക്കുന്നു. അതിനുശേഷം മാത്രം ബില്ല് അവതരണം നടക്കുന്നു. കയ്യാങ്കളി ഉണ്ടാവുന്നു. MP മാർക്ക് പരുക്കേൽക്കുന്നു. അത്യന്തം നാടകീയമാണ്. ഈ ബില്ലിനെ എന്തിനാണ് ഇങ്ങനെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിപക്ഷം എതിർക്കുന്നത്? അഭിലാഷേ, ഇതിൽ ഒറ്റ കാര്യമുള്ളൂ. കഴിഞ്ഞ 7-ാം തീയതി രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദത്തിന് തിരികൊളുത്തി വിട്ടു. അതിപ്പോൾ തീജ്വാലയായിട്ട് ഇന്ത്യയിലെമ്പാടും ആളിപ്പടരുകയാണ്, പ്രത്യേകിച്ച് ബീഹാറിലടക്കം. ഈ മുൻപുള്ള രാഷ്ട്രീയ പ്രതിരോധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങളിലൊക്കെ അണിനിരക്കുന്നവരിലേറെയും ചെറുപ്പക്കാരാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് BJPയുടെ അടിവേരിളക്കാൻ പോകുന്നതാണ് ഈ മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിലൂടെയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ 11ാമത്തെ വർഷവും ഭരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ രാജ്യത്തെ യുവാക്കൾക്കുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് BJP ഇപ്പോൾ തിടുക്കപ്പെട്ട് പ്രൊസീജിയേഴ്സ് ഒന്നും പാലിക്കാതെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് എന്ത് തന്നെയായാലും ഇത് പാസ്സാക്കാൻ സാധ്യതയില്ല. 3-2 ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലോ ലോക്സഭയിലോ രാജ്യസഭയിലോ പാസ്സാക്കാൻ സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും പാസ്സാക്കാനുള്ള ഉദ്ദേശത്തിലോ അല്ല ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. പകരം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വോട്ടധികാർ യാത്രയുമായി ബന്ധപ്പെട്ട ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇപ്പം താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനിടയിൽ ഒരു വാചകം പറഞ്ഞു. പലവട്ടം ബില്ല് അവതരിപ്പിക്കാൻ നോക്കുകയും പ്രതിപക്ഷത്തിന്റെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധം നേരിടുകയും തുടർന്ന് വീണ്ടും പാർലമെന്റ് യോഗം ചേരുകയും അതിനിടയിൽ 1-ാം നിരയിൽ നിന്ന് 3-ാം നിരയിലേക്ക് അമിത്ഷാ മാറി നിൽക്കുകയും BJPയുടെ MP-മാരുടെയും മന്ത്രി അംഗങ്ങളുടെയും കവചത്തിനുള്ളിൽ നിന്നുകൊണ്ട് ബില്ല് വായിക്കേണ്ടി വന്നു എന്ന്. എന്തുകൊണ്ട് അമിത്ഷായ്ക്ക് 1-ാം നിരയിൽ നിന്ന് 3-ാം നിരയിലേക്ക് മാറേണ്ടി വന്നതെന്നറിയോ? ഇന്ത്യ മുന്നണി 240 സീറ്റുമായിട്ട് 2024 തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിലേക്ക് അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നടന്നു വന്നു. നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഭരണഘടനയുടെ മുമ്പിൽ ശിരസ് കുനിച്ചു. അതുകൊണ്ടാണ് അമിത്ഷായ്ക്ക് 3-ാം നിരയിലേക്ക് മാറേണ്ടി വന്നത്. കോൺഗ്രസ് 100 സീറ്റോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നഖശികാന്തം BJP സർക്കാരിന്റെ ഓരോ നയപരിപാടികളെയും കീറിയെറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ പേടിച്ചിട്ടാണ് ഇവിടെ ഈ ബില്ല് തന്നെ ഇതൊരിക്കലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതല്ല എന്ന് പറയാൻ കാരണം ഇത് പാസ്സാക്കാൻ ഒരു സാധ്യതയുമില്ല. 2, ഇത് പാസ്സാക്കിയാൽ തന്നെ ഇത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റിനെയോ മറ്റാരെയും ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും BJPയെ എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും അവർക്കെതിരായിട്ടുള്ള ഒരു കുന്തമുന മാത്രമാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഹേമന്ത് സോറനും കേജ്രിവാളും ഒക്കെ ജയിലിൽ കിടന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ P. ചിദംബരം ജയിലിൽ കിടന്ന സാഹചര്യമുണ്ട്. ഇവരൊക്കെ BJPയുമായിട്ട് സന്ധി ചെയ്യാത്തത് കൊണ്ട്, അവരുടെ മുമ്പിൽ മുട്ടിലഴയാത്തത് കൊണ്ട് അവർ ജയിലിൽ കിടക്കുകയും അതേസമയം തന്നെ പ്രഫുൽ പട്ടേലിനെ പോലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് സന്ധി ചെയ്തതുകൊണ്ട് അപ്പുറത്ത് പോവുകയും പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയും വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രാക്ടീസിന് കുറെ കൂടി ആക്കം നൽകാൻ വേണ്ടി മാത്രമുള്ള ഒരു ബില്ലാണ് ഈ 130-ാം ഭരണഘടനാ ഭേദഗതി. പാസ്സാകില്ല എന്ന് മാത്രമല്ല, പാസ്സായാൽ ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു സംവിധാനമായിട്ട്. നേരത്തെ ശ്രീ ജിൻഡോ ജോൺ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ട് ചോരി വിവാദം വലിയ തോതിൽ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾ ആ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈവൻ കോൺഗ്രസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് BJPയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് വരുന്നത് പോലും കണ്ടു. ഈ സമീപ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വോട്ട് ചോരി എന്ന രാഹുൽ ഗാന്ധിയുടെ ആ സ്ലോഗൻ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് എന്ന ആ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. ഞാനൊരു ചെറിയ ചരിത്രം പറയാം. 2013 സുപ്രീം കോടതിയുടെ ഒരു വലിയ ഉത്തരവുണ്ടായത് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ, ഒരു കേസിൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ ജനപ്രതിനിധികൾ അയോഗ്യരാവും എന്ന് കോടതി ഉത്തരവ് വന്നപ്പോൾ ആ ഉത്തരവിനെ മറികടക്കാൻ അന്നത്തെ UPA സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയും ആ ഓർഡിനൻസിനെ രാഹുൽ ഗാന്ധി എതിർക്കുകയും പരസ്യമായി കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ ഗാന്ധി ആ ഓർഡിനൻസ് കീറി എറിയുകയും ഒക്കെ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. അത് വലിയ അവമതിപ്പുണ്ടാക്കി, പ്രത്യേകിച്ച് ഈ യുവ സമൂഹത്തിനിടയിലൊക്കെ. ആ ഓർഡിനൻസ് കൊണ്ടുവന്നത് തന്നെ ഈ കള്ളന്മാരായ അല്ലെങ്കിൽ കുഴപ്പക്കാരായ നേതാക്കളെ രക്ഷിക്കാനാണ് എന്ന മട്ടിലൊക്കെയുള്ള ചർച്ചകളും മറ്റുമൊക്കെ വന്നു. അപ്പോൾ ഈ വോട്ട് ചോരിയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന യുവാക്കൾ ഇപ്പോൾ ഈ പാസ്സാവാൻ
സാധ്യതയില്ലാത്ത ഈ നിയമനിർമ്മാണത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ അവരുടെ സമീപനം എന്തായിരിക്കും? ഈ കുഴപ്പക്കാരായ അല്ലെങ്കിൽ അഴിമതിയോ മറ്റു കുറ്റകൃത്യങ്ങളോ ചെയ്ത നേതാക്കളെ രക്ഷിക്കാനാണോ നിങ്ങൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്ന ചർച്ച സ്വാഭാവികമായി വരില്ലേ? അത് നിങ്ങൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, ഈ രാഹുൽ ഗാന്ധി ആണല്ലോ അന്ന് UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു ഭേദഗതി ബില്ലിനെ കീറിയെറിയുകയും അതിനെതിരെ പരസ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയത്. അതേ രാഹുൽ ഗാന്ധി തന്നെ ഇന്ന് BJP സർക്കാർ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഒരു ഫെഡറൽ സിസ്റ്റത്തിന് പോലും വലിയ അടിത്തറ ഇളക്കുന്ന രീതിയിലുള്ള ഒരു ബില്ല് വരുമ്പോൾ അതിനെ എതിർക്കുന്നതിന് കൃത്യമായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുന്ന പോലെയല്ല നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ബജറംഗ് ദളുകാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത 2 കന്യാസ്ത്രീമാർ 9 ദിവസം കൽത്തുറങ്കിൽ കിടന്നത് എന്തിന്റെ പേരിലാ? 100 കണക്കിന് മാധ്യമ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ വേട്ടയാടപ്പെട്ട് ജയിലിൽ കിടന്നത് എന്തിന്റെ പേരില്ല? അവരൊക്കെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരില്ല. 5ഉം 8ഉം 10ഉം വർഷക്കാലം ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ UAPA ചാർത്തപ്പെട്ട് PMLA ചാർത്തപ്പെട്ടൊക്കെ ജയിലിൽ കിടന്ന മനുഷ്യരെ അവർ കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ് കോടതി പുറത്തേക്ക് വിടുമ്പോൾ അവരുടെ നഷ്ടപ്പെട്ട വർഷത്തിനും ദിവസത്തിനും ആരും ഉത്തരവാദിത്തം പറയും? അപ്പൊ ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക്, നരേന്ദ്രമോദിയുടെ തിട്ടൂരത്തിനനുസരിച്ച് മുട്ടിലഴയുന്ന ED അടക്കമുള്ള ഏജൻസികൾക്ക് അവർ വിചാരിക്കുന്നത് പോലെ കേസെടുക്കാനും ആളുകളെ ജയിലിലിടാൻ പറ്റും. 30 ദിവസം ജയിലിലിടാൻ പറ്റുന്ന അത്ര എളുപ്പത്തിലുള്ള സംവിധാനങ്ങളാണ് ഇന്ന് ഈ രാജ്യത്തുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ പോലും, ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പല കോടതികൾ പോലും നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും ശാഖയിലെ ചാണകം മെഴുക്കുകാരായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത് പ്രതിപക്ഷ ചേരിയിലുള്ള ആളുകളെ രാഷ്ട്രീയമായിട്ട് അതിക്രമിക്കാൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ, പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്താൻ, എതിർ ശബ്ദങ്ങളെ, ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത്. ഇവിടെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ PM കെയർ ഫണ്ട്, ഓഡിറ്റിംഗ് പോലും ഇല്ലാത്ത പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ടിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? ഇലക്ട്രൽ ബോണ്ടിൽ BJPക്ക് കിട്ടിയ പണമടക്കം ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ പണം കൂടി പരിശോധിച്ചോട്ടെ. എങ്ങനെ കിട്ടി എന്ന് പരിശോധിക്കണ്ടേ? ED പേടിപ്പിക്കുമ്പോ, കേന്ദ്ര സർക്കാരിന്റെ KD ആയിട്ടുള്ള EDയെ വിട്ട് പേടിപ്പിക്കുമ്പോ BJPയുടെ അക്കൗണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വന്നു ചേരുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? ഈ രാജ്യത്ത് പട്ടാളക്കാരുടെ ശവപ്പെട്ടിയിൽ പോലും കുംഭകോണം നടത്തിയിട്ടുള്ള BJPയാണ് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത്. ഈ രാജ്യത്തിന്റെ നെടുകയിൽ നടു റോട്ടിൽ പട്ടാളക്കാർ ചിന്നി ചിതറിയതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? നിരവധി കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ജനങ്ങൾ അതിനെ ചൊല്ലിയുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന BJPയുടെ കുൽസിത ശ്രമമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നടപ്പാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ വഖഫ് അമെൻഡ്മെന്റ് ബില്ലിന്റെ ചട്ടങ്ങളുമായിട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ വരുമെന്ന് പറഞ്ഞ കിരൺ റിജുവിനെ നമ്മൾ കണ്ടില്ലല്ലോ. ഇന്ന് പ്രതിപക്ഷ നേതാക്കന്മാരെ ഉന്താനും തള്ളാനും വന്ന കിരൺ റിജു ഇവിടുന്ന് പോയിട്ട് എത്ര മാസമായി? അപ്പൊ ഇതൊന്നും നടപ്പാക്കാനുള്ളതല്ല. ഇതൊക്കെ ആളുകളെ ഭിന്നിപ്പിക്കാനും ഭയപ്പെടുത്താനും വേണ്ടി മാത്രമുള്ളതാണ്. ശരി, അതാണ് കോൺഗ്രസിന്റെ ചാർജ്. ശ്രീ ജിതിൻ ദേവ്, മുഖ്യമന്ത്രിമാർ അറസ്റ്റിലാവൂ എന്നൊക്കെ ചോദിച്ചാൽ അറസ്റ്റിലായത് നമ്മൾ കണ്ടു. ഹേമന്ത് സോറൻ അറസ്റ്റിലായത് കണ്ടു. അരവിന്ദ് കെജ്രിവാൾ, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പോപ്പുലറായ ചീഫ് മിനിസ്റ്റർമാരിൽ ഒരാൾ, മുഖ്യമന്ത്രിയായി തന്നെ ജയിലിൽ കിടക്കുന്നത് കണ്ടു. പിന്നീടാണ് അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറിയതൊക്കെ. മുഖ്യമന്ത്രിമാരെ തന്നെ ജയിൽ ചെയ്ത, ഏജൻസികളെ ഉപയോഗിച്ച് ട്രാപ്പ് ചെയ്ത സ്ഥിതിവിശേഷം ഉണ്ട്. ഒരാൾ വിചാരണ നടന്ന് കുറ്റക്കാരനാണ് എന്ന് ബോധ്യം വരുന്നത് വരെ അയാൾ നിരപരാധിയാണ് എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ, ഏജൻസികളെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അവരുടെ സ്ഥാനം കൂടി എടുത്തു മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെയും സാമാന്യ നിയമതത്വങ്ങളുടെയും ലംഘനമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. സ്വാഭാവികമല്ലേ? അത് പ്രതിപക്ഷം മാത്രമല്ല, ആരും അങ്ങനെ ചിന്തിക്കില്ലേ? ഈ 130-ാം ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സദ്ഭരണവും രാഷ്ട്രീയ ശുദ്ധീകരണവും നമ്മുടെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ പൊളിറ്റിക്സിൽ വരുത്തുക എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ ഭേദഗതി കൊണ്ട് ഗവൺമെൻറ് ഉന്നം വെക്കുന്നത്. എന്താണ് ഈ ഭേദഗതി? നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഗുരുതരമായ ക്രിമിനൽ കേസിൽ പ്രതിയായി തുടർച്ചയായി 30 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലോ തടവിലോ കഴിയുന്ന ഒരു മന്ത്രിയെ, ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ, തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക. 31st ഡേയിൽ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നീക്കം ചെയ്യപ്പെടും. ഇതാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം അങ്ങനെ ചോദിച്ച ഒരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ ഹേമന്ത് സോറൻ ആയാലും, ശ്രീ അരവിന്ദ് കെജ്രിവാൾ ആയാലും, അല്ലെന്നുണ്ടെങ്കിൽ സെന്തിൽ ബാലാജി ആയാലും, പിന്നെ ഈ സിസോദിയ ആയാലും, ഇവരെല്ലാം ജയിലിൽ പോയത് അഴിമതി ആരോപണങ്ങളെ തുടർന്നാണ്, കുംഭകോണത്തെ തുടർന്നാണ്. ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയത് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ടല്ല, കാലിത്തീറ്റ കുംഭകോണത്തിലുണ്ട്. ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകന്റെ സമ്പത്ത് കട്ടുപിടിച്ചതിനാണ്. അങ്ങനെ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള അഴിമതികളിൽ പ്രതിയായിട്ട് ശ്രീ അരവിന്ദ് കെജ്രിവാൾ 154 ദിവസമാണ് ജയിലിൽ നിന്ന് ഭരണം നടത്തിയത്. ഒരാൾക്കും എതിര് പറയാൻ പറ്റുന്നില്ല. കാരണം അതൊരു വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്ന് പറയാൻ
അത്തരത്തിൽ പറയുവാനുള്ള അവിടെ ചങ്കൂറ്റമുള്ള ശ്രീ ഒരു ജിതിൻ നേതാവ് ദേവ് പോലും ആം ആദ്മി പാർട്ടിയിലില്ല. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വിച്ച് ഹണ്ട് നടത്തുന്നു എന്നുള്ളതാണ് ആരോപണം. പ്രതിപക്ഷത്തെ നേതാക്കളെ ഉന്നം വെച്ച് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വിച്ച് ഹണ്ട് നടത്തുന്നു എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൺവിക്ഷൻ റേറ്റിന്റെ കാര്യം നേരത്തെ അരുൺ പറഞ്ഞു. നോക്കൂ, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ 5 കൊല്ലം കേസെടുത്തതിൽ 95% പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളാവുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ ലക്ഷ്യം വെച്ച് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അവരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വേണ്ടിയുള്ള ഒരു ലാസർ പൊളിറ്റിക്കൽ പ്ലാനാണ് എന്നുള്ളതാണ് ആരോപണം. സാർ, അഭിലാഷ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഒരു വർഷം ഒരാൾ ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്നതിനകത്ത് എന്ത് ധാർമ്മികതയാണുള്ള അഭിലാഷ്? നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അന്വേഷണ ഏജൻസി ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് അതിന്റെ മെറിറ്റും ഡീമെറിറ്റും പരിശോധിക്കുന്നത് ഈ രാജ്യത്തെ ജുഡീഷ്യൽ സിസ്റ്റം അല്ലേ? ആ ജുഡീഷ്യൽ സിസ്റ്റം പരിശോധിച്ചതിന് ശേഷമല്ലേ അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നത്? അങ്ങനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകുന്ന ഒരാള് ഒരു വർഷത്തിന് മേളിൽ അല്ലെങ്കിൽ മാസങ്ങളോളം ഒരു സംസ്ഥാനം ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഭരണം നടത്തുക എന്ന് പറയുന്നത് എന്ത് ധാർമ്മികതയുള്ളതാണ്? അങ്ങനെ അധികാരത്തിൽ നിന്ന് ഈ പറഞ്ഞ രീതിയിൽ ജയിലിലേക്ക് അടയ്ക്കപ്പെടുന്ന ആൾ 30 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയ അധികാരം നഷ്ടപ്പെടുന്നു. അയാൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാമല്ലോ. പിന്നെ ഇവരെന്തിനാണ് ഭയക്കുന്നത്? ഇവർ ഭയക്കുന്നത് ലാലു പ്രസാദ് യാദവിനെയും പോലുള്ള അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച കേജ്രിവാളിനെ പോലെയുള്ള അഴിമതിക്കാരെ സംരക്ഷണം തീർക്കാൻ, അഴിമതിക്കാർക്ക് കുടപിടിച്ച് അധികാര രാഷ്ട്രീയം നേടിയെടുക്കാനായിട്ട് ഈ കോൺഗ്രസ് പാർട്ടി കാട്ടിക്കൂട്ടുന്ന ഈ പൊറോട്ട് നാടകം മാത്രമാണ് ഈ ബില്ലിനെതിരെ. അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറാകണ്ടേ? ഇവർ അഭിപ്രായം പറയണ്ടേ? ആ കല്യാൺ ബാനർജി എന്തൊക്കെയാണ് ആ കടന്നിച്ച് അവിടെ ശ്രീ പ്രേമചന്ദ്രൻ സംസാരിക്കുന്ന സമയത്ത്, ശ്രീ KC വേണുഗോപാൽ സംസാരിക്കുന്ന സമയത്ത് എന്തുമാത്രം ശബ്ദ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് അമിത്ഷാ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിക്ക് നേരെ കല്ല് പൊതിഞ്ഞ കടലാസ് എറിഞ്ഞുകൊണ്ട് എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് അവിടെ കാട്ടിക്കൂട്ടിയത്? അങ്ങ് കണ്ടതല്ലേ? അതൊക്കെ നമ്മളുടെ ഈ ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമാണോ? നമ്മൾ ചർച്ച ചെയ്തതല്ലേ ശ്രീ ശിവൻകുട്ടിയുടെ ഈ പറഞ്ഞ നിയമസഭയിലെ പെർഫോമൻസ് ഒക്കെ? അപ്പോ ഇങ്ങനെ അധികാരത്തിന്റെ സുരക്ഷിതത്വത്തിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ഇന്നും നാളെയും ഇരിക്കുന്നവർ അവർ 30 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയി കഴിഞ്ഞാൽ അത് പുറത്തു പോകണം. അത് ഏത് രാഷ്ട്രീയ നേതാവായാലും പോകണം. ലൈംഗിക എന്ന് ചോദിക്കുന്ന രാഷ്ട്രീയ നേതാവ് നാളെ മന്ത്രിയായാലും പോകണം. ശരി, എന്തായാലും പക്ഷേ ഇപ്പോ BJP-ക്കാർ കേസിൽ പെടുന്ന സാഹചര്യം ഇപ്പോ എന്തായാലും ഇല്ലല്ലോ. നിങ്ങൾ കേന്ദ്ര ഏജൻസികളെ ഭരിക്കുന്ന കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേസിന്റെ റേഷ്യോ ഒക്കെ പറഞ്ഞല്ലോ. ഞാനൊരു മെറിറ്റിന് വേണ്ടിയിട്ട്, ഞാനൊരു വാദത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഉന്നയിക്കാം. ഞാനൊരു വാദത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഉന്നയിക്കാം. ഇപ്പൊ പറയുകയാണ്, ഒരു രാഷ്ട്രീയ സമരം നടത്തി കേസ് പ്രതിയായി ശ്രീ അരുൺകുമാറോ ഞാനോ അല്ലെന്നുണ്ടെങ്കിൽ ജിൻഡോ ജോണോ കേസ് പ്രതിയായി പോകുന്നു. ഇവർക്ക് പറയാം ഒരു രാഷ്ട്രീയ സമരം രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്ന സമരത്തെ തുടർന്ന് പോകുന്നവർ ഒഴിവാക്കണം. അത് പറയാം. അതാണോ ഇന്ന് പാർലമെന്റിൽ നടന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, നിങ്ങളുടെ തന്നെ ഇൻട്രോയിൽ തന്നെ അങ്ങ് തന്നെ സൂചിപ്പിച്ചില്ലേ എന്തെല്ലാമാണ് അവിടെ പാർലമെന്റ് കൊടുക്കുന്നത്? ലോകം ശ്രദ്ധിക്കുകയല്ലേ ഈ പാർലമെന്റ്? എന്താ ഈ ബില്ല് അർത്ഥമാക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കപ്പെടണം. അഴിമതിക്കാരന്റെയും രാഷ്ട്രീയക്കാരന്റെയും കൈകളിലല്ല പോകേണ്ടത്. മുഹമ്മദ് അസം ഖാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ജയിലിൽ കിടന്നുകൊണ്ട് നോമിനേഷൻ കൊടുത്ത് മത്സരിച്ച് MP ആകുകയാണ്. പപ്പു യാദവ് നമ്മൾ കണ്ടതല്ലേ? ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിക്കുന്നു, MP ആകുന്നു. ഇതാണോ നമ്മുടെ രാഷ്ട്രീയത്തിന് വേണ്ടുന്നത്? ചെറുപ്പക്കാരെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണ്ടേ? ഈ പറയുന്ന അഴിമതിക്കാരും കുംഭകോണക്കാരും മാത്രം മതിയോ? ഒരു പോസിറ്റീവ് രാഷ്ട്രീയമല്ലേ നമ്മുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് പുതിയ നിയമനിർമ്മാണം എന്നുള്ളതാണ് BJP. ജീവിച്ചാൽ മതിയോ? ശരി ശരി, ശ്രീ കരിനിയമങ്ങളല്ലേ? ആരാണ് അഭിലാഷ്? ശരി, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു കാര്യം കൂടി, ആരാണ് കവചത്തിന്റെ ബലത്തിൽ നിന്ന്? ഞാൻ അതിലേക്ക് വരാം. ശ്രീ അരുൺകുമാർ, ഇപ്പൊ നോക്കൂ, ഒറ്റ കാര്യം ഞാൻ വരാം, അടുത്ത റൗണ്ടിൽ വരാം. ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ 2 വർഷത്തിൽ കൂടുതലാണ് ശിക്ഷ എങ്കിൽ അവിടെ ജനപ്രതിനിധി അയോഗ്യനാവും. അത് ലോ ഓഫ് ദ ലാൻഡ് ആണ്. ആ നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് സ്ഥാനം നഷ്ടമാവും. ഇനിയിപ്പോൾ കേസിൽ അറസ്റ്റിലാവുമ്പോൾ അവിടെ അതിൻ്റെ മെറിറ്റ് പൂർണ്ണമായും പരിശോധിച്ചിട്ടായിരിക്കില്ല ജയിലിലേക്ക് അയക്കുക. ഒന്നുകിൽ അന്വേഷണ ഏജൻസിക്ക് കസ്റ്റഡി കൊടുക്കുക, അതല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുക. രണ്ടും അതിൻ്റെ ഇഴകീറി പരിശോധിച്ചിട്ടാവില്ല, പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവും. അപ്പോൾ ഇവിടെ ഈ നിയമം വിഭാവനം ചെയ്യുന്നത് ഈ പറഞ്ഞ ജയിൽവാസ കാലയളവ് കഴിഞ്ഞാൽ അയാൾക്ക് ആ പോസ്റ്റിലേക്ക് വീണ്ടും വരാം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഒരാൾ, ഏത് ആളും ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആവട്ടെ, മന്ത്രിയാവട്ടെ, ആരാവട്ടെ, ജയിലിൽ കിടന്ന് ഭരിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ളതോ പ്രായോഗികമായിട്ടുള്ളതോ ഒരു കാര്യമാണ്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരിച്ചു ഡൽഹി. അത് പക്ഷേ നോക്കൂ, ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ
മുഖ്യമന്ത്രി ജയിലിൽ കിടന്ന് ആ സ്റ്റേറ്റിനെ ഭരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം പ്രായോഗികമായിട്ടുള്ള കാര്യമാണ് എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. ഇപ്പൊ സെന്തിൽ ബാലാജി നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് അറസ്റ്റിലായ സമയത്ത് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറായില്ല തമിഴ്നാട് മുഖ്യമന്ത്രി. അദ്ദേഹത്തെ വകുപ്പില്ല മന്ത്രിയായി നിലനിർത്തി. ഇപ്പോൾ ഒരാൾ ജയിലിൽ കിടക്കാണ്, അയാൾ മന്ത്രിയായി തന്നെ കിടക്കണം. അങ്ങനെ ആ നിലയ്ക്ക് വാശി പിടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ ഈ ജനാധിപത്യ ഭരണക്രമത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്ന നിരവധി ഉദാഹരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു നിയമനിർമ്മാണത്തെ നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ കണക്കുകൾ അവതരിപ്പിച്ചു. ആ കണക്കുകൾ ഏകപക്ഷീയമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പറഞ്ഞതല്ലോ. ഒരു പോയിന്റ്, ശരിക്കും പറഞ്ഞാൽ 1% കൺവിക്ഷൻ റേറ്റ് ഇല്ലാത്ത ഒരു ഏജൻസി 100 കേസ് രജിസ്റ്റർ ചെയ്താൽ 0.46 അര കേസ് പോലും ഇല്ല. അതായത് 1-ൽ താഴെയാണ് കൺവിക്ഷൻ റേറ്റ്. കണ്ടെത്തിയ കള്ളപ്പണം എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത് ഒരു കുടുംബത്തെ നശിപ്പിച്ച് മാസങ്ങൾ വർഷങ്ങൾ ജയിലിലിട്ട് അവസാനം 1% പോലും കള്ളപ്പണമാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഏജൻസി. CBI-യുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നത് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും എന്തു കുറ്റകൃത്യമാണ് ചെയ്തത് എന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിക്കണം. DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെ കുറിച്ച് ശരിക്കും നിയമ വിദ്യാർത്ഥികൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം FIR-ന്റെ കോപ്പി കൊടുക്കണം. അറസ്റ്റ് ചെയ്യുമ്പോൾ ബന്ധുക്കളെ അറിയിക്കണം. സമയബന്ധിതമായിട്ടുള്ള വിചാരണ ആരംഭിക്കണം. ഡിലേ ജസ്റ്റിസ്, ഡിനൈൽ ഓഫ് ജസ്റ്റിസ് തന്നെയാണ്. ഇപ്പൊ ഇന്ന് പത്രങ്ങളിലെ വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാർത്ഥ് വരദരാജനും കിരൺ റാപ്പറും അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നു. എന്ത് പ്രവൃത്തിയിലാണ് ഈ രാജ്യദ്രോഹം വന്നത് എന്ന ആരോപണമില്ല. FIR-ന്റെ കോപ്പി കൊടുക്കുന്നില്ല. അറസ്റ്റ് ചെയ്താൽ സ്റ്റെയിൻ സ്വാമി 84-ാം വയസ്സിലാ ജയിലിൽ പോയെ. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചതിനാ അറസ്റ്റ് ചെയ്തത്. 2 കത്തെഴുതിയില്ലോ ജയിലിൽ കിടന്നുകൊണ്ട്. പാർക്കിൻസൺസ് രോഗമാണ്, വിരൽ ഒരു സ്പൂണ് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ, കാലിലെ ചെങ്ങലയൊന്ന് മാറ്റണം. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് അതുപോലും പരിഗണിക്കപ്പെടാത്ത നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ 30 ദിവസത്തിന് അപ്പുറത്തേക്ക് ജയിലിൽ കിടന്നാൽ അയോഗ്യത കൽപ്പിക്കുന്നു. എന്നാൽ അത് വെറും വ്യാജ ആരോപണമാണെങ്കിലോ, കള്ളക്കേസാണെങ്കിലോ, ഒരു കോ അക്യൂസ്ഡ് ചുമ നുണ പറയുകയാണെങ്കിലോ, പിടിക്കപ്പെട്ട ആള് പറയുകയാണ് ഇന്നെ ആള് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്, ഗൂഢാലോചന കുറ്റം വന്നില്ലേ, 120B വന്നില്ലേ. അപ്പൊ അത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഉദാഹരണ സഹിത നമ്മുടെ മുന്നിലുള്ളത്. 12 പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണ് BJP-യിലേക്ക് പോയത്. അടുത്ത കാലത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് BJP-യിലേക്ക് പോയത്. ഇപ്പൊ ആസാമിലെ ഹേമന്ത ബിശ്വ ശർമ്മ, ED-യും CBI-യും ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ആളല്ലേ. അദ്ദേഹം നേരെ BJP-ആയിട്ട് മാറിയപ്പോ എന്തെങ്കിലും കേസുണ്ടോ? വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിച്ചില്ലേ? നാരായണറാണ് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു, പ്രഫുൽ പട്ടേൽ വ്യോമയാന അഴിമതി എത്ര കോടി രൂപയുടെ, 4000-5000 കോടി രൂപയുടെയാ. BJP-ആയി മാറി, ഒരാരോപണവും ഇല്ല. ഓരോ നേതാക്കന്മാരെ എടുത്ത് പരിശോധിക്കുക, നിരവധി ആളുകൾ. അങ്ങ് BJP-യുടെ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ തയ്യാറായോ? അപ്പൊ പിന്നെ ആരോപണമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ നിയമം എത്രയധികം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒറ്റ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാതെ ഇനി ജയിക്കാൻ കഴിയില്ല. പഴയതുപോലെ പ്രതിപക്ഷ നേതാക്കന്മാർ BJP-യിലേക്ക് വരുന്നില്ല. BJP ഏതാണ്ട് അവസാന റീൽ ഓടുകയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അപ്പൊ ഇത്തരത്തിൽ കള്ളക്കേസ് കാണിച്ച് ഭീഷണിപ്പെടുത്തണം, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തണം. അങ്ങനെ എങ്ങനെയെങ്കിലും അവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണം. ഈ ലക്ഷ്യത്തോടെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോൾ ഇത് ഏറ്റവും ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടാവും. പാർലമെന്റിനകത്തും ഉണ്ടാവും, പുറത്തും ഉണ്ടാകും. ഇപ്പൊ ചെറുപ്പക്കാരടക്കം കൃത്യമായി നമ്മുടെ മുന്നിൽ കണക്കിരിക്കുകയല്ലേ. കരട് വോട്ടർ പട്ടിക വരുമ്പോൾ ഇത്രയേ ഉള്ളൂ വോട്ട്. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് അന്തിമ വോട്ടർ പട്ടികയിലേക്ക് പോകുമ്പോൾ ഒരാഴ്ച സമയം. ആ ആഴ്ച സമയത്താണ് 1 ലക്ഷത്തിലധികം പുതിയ വോട്ട് വന്ന് ചേരുന്നത്. എവിടെന്നാ വരുന്നേ അറിയില്ലല്ലോ. ഒരു ചെറിയ സംസ്ഥാനത്ത് 8 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുക. അവിടെ വോട്ടുണ്ട്, ഇവിടെയുണ്ട്, ഇരട്ട വോട്ടുണ്ട്, ട്രിപ്പിൾ വോട്ടുണ്ട്. വന്ന് ചെയ്യാവുന്ന സാഹചര്യമാണ്. 5 മണിക്ക് വോട്ടിംഗ് ടൈം 6 മണിക്ക് കഴിഞ്ഞാൽ വലിയ ക്യൂ. ഒരു 10-15% വോട്ട് 6 മണിക്ക് ശേഷം വന്ന് ചേരുകയാണ്. ഇതെല്ലാം പോട്ടെ, ഈ കഴിഞ്ഞ ഡിസംബറിൽ വന്ന ഒരു അമെന്റ്മെന്റ് ഉണ്ടല്ലോ, എന്താ കോണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂളിൽ. അതായത് എല്ലാ CCTV ദൃശ്യങ്ങളും 45 ദിവസം കഴിയുമ്പോൾ അങ്ങ് ഡിലീറ്റ് ആക്കി കളയുകയാണ്. അതായത് ഒരു തരത്തിലും പരിശോധന പാടില്ല, ഒരു പ്രതിഷേധവും പാടില്ല. പ്രതിഷേധം ഉണ്ടായോ അപ്പൊ തന്നെ രാജ്യദ്രോഹ കുറ്റം. തെറ്റാണെന്ന് സൂചിപ്പിച്ചോ ഗവൺമെന്റിന്റെ നയങ്ങൾ, അവിടെ രാജ്യദ്രോഹ കുറ്റം. നമ്മുടെ മുന്നിലില്ലേ നിരവധി. ഇപ്പൊ സിദ്ദിഖ് കാപ്പൻ മലയാളി പത്രപ്രവർത്തകരുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ഡൽഹിയിൽ. ഉന്നാവിയിൽ 9 വയസ്സുള്ള പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോ, ബലാത്സംഗം ചെയ്ത ആ ശവശരീരം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാതെ വന്നപ്പോ വാർത്ത പ്രക്ഷേപണം ചെയ്യാൻ പോയതല്ലേ. രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടന്ന 1.5 വർഷം. സുപ്രീം കോടതി ജാമ്യം കൊടുത്തിട്ടും ജയിൽ മോചിതനാക്കിയില്ല. വീണ്ടും വകുപ്പുകൾ വന്നു. അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മുഴുവൻ ആളുകളെയും, അത് കവിയാകാം, സാഹിത്യകാരനാകാം, രാഷ്ട്രീയ പ്രവർത്തനാകാം, സിനിമാ പ്രവർത്തനാകാം, അതുപോലെ എഴുത്തുകാരനാകാം, അഭിപ്രായം പറയുന്ന ആരായാലും ഇവരുടെ മുന്നിൽ രാജ്യദ്രോഹികളാണ്. ആ നയം
നടപ്പാക്കാൻ, അടിച്ചേൽപ്പിക്കാൻ, പ്രതിഷേധത്തിന്റെ ഒരു സ്വരങ്ങളുമില്ലാത്ത നാടാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രമമാണ്. ആ ശ്രമം ഈ ജനാധിപത്യ ഇന്ത്യയിൽ ഒരിക്കലും നടപ്പാക്കാൻ പോകുന്നില്ല. അതിശക്തമായിട്ടുള്ള പോരാട്ടം, പ്രതിഷേധം ഭാഗമായിട്ടുണ്ടാകും. ശരി, ഓക്കെ. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ജിൻഡോ ജോൺ. അഭൂതപൂർവം എന്ന് പറയാം, അത്രയും വലിയൊരു ശക്തി പ്രകടനമാണ് ഇന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ നടത്തിയത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസംഗമായിരുന്നു കെ സി വേണുഗോപാലിൻ്റേത്. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടേത് ഇതുവരെ കാണാത്ത അത്രയും ശക്തമായ പ്രതിഷേധവുമായിരുന്നു. ഇത്രയധികം പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത് എന്താണ്? എന്തെങ്കിലും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ, അതായത് ഇപ്പോൾ ഭരിക്കുന്ന BJP ഇതര സർക്കാരുകളിലെ മുഖ്യമന്ത്രിമാരെയോ മന്ത്രിമാരെയോ ലക്ഷ്യം വെച്ച് കേസുകളോ അറസ്റ്റുകളോ ഉണ്ടാവുമെന്നും അതിനുശേഷം അവർ ജയിലിൽ അടയ്ക്കപ്പെടുകയും സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഒരു പേടിയോ അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും സൂചനയോ ഉണ്ടോ? അല്ല അഭിലാഷേ, അങ്ങനെ ഒരു പേടിയൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. അങ്ങനെ ഒരു പേടിയില്ലാത്തതുകൊണ്ടല്ലേ പി ചിദംബരം ജയിലിൽ കിടന്നത്? അങ്ങനെ ഒരു പേടിയില്ലാത്തതുകൊണ്ടല്ലേ ഹേമന്ത് സോറൻ ജയിലിൽ കിടന്നത്, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നത്? ഇന്ത്യ മുന്നണിയിൽ ഇന്ന് ഉറച്ചു നിൽക്കുന്ന ഒരൊറ്റ നേതാവിനും ആ പേടിയില്ല. ആ പേടിയില്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടധികാർ യാത്രയോടൊപ്പം നിന്ന് ഇവർ ബീഹാറിന്റെ തെരുവിലൂടെ ചുവട് വെച്ച് മുന്നേറുന്നത്. ഈ രാജ്യത്തെമ്പാടുമുള്ള യുവജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ച് അണിനിരക്കുന്നത്. അങ്ങനെ ഒരു പേടി ഞങ്ങൾക്കില്ല. ഇനി ഇന്ത്യൻ പാർലമെന്റിൽ ഈ 11 വർഷത്തിനുള്ളിൽ കാണാത്ത അത്ര അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകാൻ കാരണം എന്താ? ഇത്രയൊക്കെ കൊള്ളയടി നടത്തിയിട്ട്, ഇത്രയൊക്കെ ജനാധിപത്യ സംവിധാനത്തെ പോലും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും സംഘവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം പരകോടിയിൽ എത്തി നിൽക്കുമ്പോൾ മറ്റൊരു കുൽസിത ശ്രമമായിട്ട് വരുമ്പോഴുള്ള ക്ഷമകേടാണ് ഇന്ന് അവിടെ കണ്ടത്. ക്ഷമകേട്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പറയണം, ഈ രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിന്റെ മാത്രം ബലത്തിലാണ് ഈ രാജ്യം ഭരിക്കുന്നുള്ള ആക്ഷേപം നേരിടുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ കണ്ടതല്ലേ? അല്ലെങ്കിൽ നിരവധി ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഓരോ ഘട്ടത്തിലും ഈ സർക്കാർ എടുക്കുന്ന നയപരിപാടികൾ അങ്ങനെയാണ്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോൾ അവരുടെ ശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന നാടകമാണ് നടത്തുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് രാജ്യത്ത് ഉണ്ടാകേണ്ടതെന്ന്. പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ലക്ഷണം എന്താ? പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം എടുത്ത് നട്ടപ്പാതിരേക്ക് വായിച്ചിട്ട് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ആ സംസ്ഥാനത്തെ 2-3 കഷ്ണമാക്കി മാറ്റുന്നു എന്ന് പറയുന്നതാണോ പോസിറ്റീവ് പൊളിറ്റിക്സ്? യാതൊരു ചർച്ചയ്ക്കും ഇടം നൽകാതെ തോന്നിയ പോലെ ബില്ലുകൾ പാസ്സാക്കി ആ അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കുന്നതാണോ പോസിറ്റീവ് പൊളിറ്റിക്സ്? ഭരണഘടനയെ പോലും അസ്ഥിരപ്പെടുത്താൻ നിൽക്കുന്ന നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളാണോ പോസിറ്റീവ് പൊളിറ്റിക്സ്? പ്രതിപക്ഷത്തിന്റെ ശബ്ദങ്ങൾക്ക് കാതു കൊടുക്കാതെ ആക്ഷേപിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമാണോ പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ലക്ഷണം? അപ്പൊ നമ്മൾ ഓരോ ഘട്ടവും എടുത്താലും നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് കേൾക്കാനല്ലല്ലോ ഇവരാരും പാർലമെന്റിൽ പോകുന്നത്. നേരത്തെ കൂട്ടി MP-മാർക്ക് ഈ ബില്ലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുത്ത്, അതിനെക്കുറിച്ചിട്ടുള്ള നോട്ടീസ് കൊടുത്ത്, അതിനെക്കുറിച്ച് പഠിക്കാനും ആ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കണം. അപ്പൊ ജനാധിപത്യപരമായിട്ട് ഈ രാജ്യത്തെ പൗരന്മാർക്കുള്ള മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള അവകാശം പോലും മോഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് ഈ പ്രതിഷേധം. ഇനി ഇവരെ BJPയുടെ പ്രതിനിധി പറയാൻ എന്താ? കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അഭിലാഷ്, എനിക്ക് ഒരു മിനിറ്റും കൂടി തരണം. ആരെ കുറ്റവാളികളെ തീരുമാനിക്കുന്നത്? BJPയും നരേന്ദ്രമോദി അമിത്ഷായാണ് കുറ്റവാളികൾ തീരുമാനിക്കുന്നത്. കൊലക്കേസിന്റെ പേരിൽ, ആസൂത്രിതമായിട്ടുള്ള അക്രമത്തിന്റെയും കൊലയുടെയും പേരിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അമിത്ഷാ. അങ്ങനെയാണെങ്കിൽ മുൻകാല പ്രാബല്യം ഈ നിയമത്തിനുണ്ടാകുമോ? മുൻകാല പ്രാബല്യത്തോടെ ഈ നിയമം നടപ്പാക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? അപ്പോൾ നിങ്ങൾ കുറ്റവാളികൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ് ആരാണ് കുറ്റവാളി എന്ന്. ED എടുത്ത 193 കേസിൽ 2 കേസിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത്. അതായത് 4.46%. അര കേസ് പോലും ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമില്ല. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇവിടെ നിരവധി നേതാക്കന്മാരെ BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള KDയുടെ പണിയാണ് ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ എടുക്കുന്നത്. ഈ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്നു. അജിത് പവാർ, ഹിമന്ത ബിശ്വ ശർമ്മ, മുഗൾ റോയ്, പ്രഫുൽ പട്ടേൽ, നാരായണൻ റാണ, അശോക് ചവാൻ, ഹസൻ മുഷ്രിഫ്, ഭാവനി ഗാവ്ലി, യാമിനി യാദവ്, ഛഗൻ ഭുജ്പൽ, ഏകനാഥ് ഷിൻഡെ, യെദ്യൂരപ്പ, തപസ് പോൾ, ജഗന്നാഥ് പട്ടീൽ, സഞ്ജയ് നിരുപം, അർജുൻ സിംഗ് അടക്കം 100 കണക്കിന് നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി അവരെ വരുതിയിലാക്കി BJPയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അവർക്ക് കുറ്റക്കാരല്ലാതെ ആയോ? BJPയുടെ പ്രതിനിധി പറയണം. ഈ ഹിമന്ത ബിശ്വ ശർമ്മയുടെ വീട്ടിലേക്കടക്കം BJPയുടെ അസമിലെ സംസ്ഥാന പ്രസിഡന്റിന്റെ മാർച്ച് നടന്നു. ഈ ഹിമന്ത ബിശ്വ ശർമ്മ കള്ളപ്പണക്കാരനും കോഴക്കാരനുമാണോ? നിങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താ? അപ്പൊ നിങ്ങളുടെ കൂടെ കൂടുമ്പോൾ ഇവരൊക്കെ നല്ലവരാകുന്നു. അതല്ല പോസിറ്റീവ് പൊളിറ്റിക്സ്. നിങ്ങളെ എതിർക്കുന്നവരുടെ ശബ്ദം കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിന്റെ മേലെയാണ് ഈ കസേരയിട്ട് അമർന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലോകം ശ്രദ്ധിക്കുന്ന
ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെയെന്ന്. ലോകം ശ്രദ്ധിക്കുന്നുണ്ട് ജിതിൻ ദേവെ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ മോഷ്ടിച്ചെടുത്ത് ഭരിക്കുന്നത് ലോകം കാണുന്നു എന്നുള്ള ഭയത്തിലാണ് നിങ്ങൾ തിടുക്കപ്പെട്ട് ഈ ബില്ല് കൊണ്ടുവരാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വോട്ട് ചോരിയെ കുറിച്ചിട്ട് സംസാരിക്കാൻ പ്രധാനമന്ത്രിയെ വിടാത്തത്? രാഹുൽ ഗാന്ധിയോട് നേരിട്ട് എതിർത്ത് സംസാരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആർജവമുണ്ടോ? രാഹുൽ ഗാന്ധി വിളിച്ച പോലെ ഒരു 150 പത്രപ്രവർത്തകരെ ലൈവായിട്ട് വിളിച്ച് അവരുടെ മുമ്പിൽ ഇരുന്ന് ഓപ്പൺ ഡിബേറ്റ് നടത്താൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നട്ടെല്ലും ആർജവമുണ്ടോ? അതില്ലാത്തടത്തോളം മോഷ്ടിക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ പുറത്തിരുന്ന് ആ സിംഹാസനത്തിൽ നിന്ന് ഈ രാജ്യം ഭരിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ ബില്ലും സംശയിക്കപ്പെടേണ്ടതാണ്. അതിനെ ഞങ്ങൾ ആഞ്ഞെതിർക്കും. ശരി, ശ്രീ ജിതിൻ ദേവ്, BJP അതിന്റെ ചരിത്രത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ അഴിമതി ആരോപണമാണ് ആദർശ് ഫ്ളാറ്റ് കുംഭകോണ കേസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്കെതിരെ. അതേപോലെ മഹാരാഷ്ട്ര ഇറിഗേഷൻ സ്കാം അജിത് പവാറിനെതിരെ, വ്യോമയാന അഴിമതി പ്രഫുൽ പട്ടേലിനെതിരെ നിങ്ങളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആരോപണ ശരങ്ങൾ, വലിയ പഠിച്ചുന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളാണ്. അന്നത്തെ UPA അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസ് NCP സർക്കാരുകൾക്കെതിരെ എവിടെ പോയി ആ കേസുകളൊക്കെ? ഇവരൊക്കെ അശോക് ചവാൻ ആവട്ടെ, അജിത് പവാർ ആവട്ടെ, പ്രഫുൽ പട്ടേൽ ആവട്ടെ, BJPയുടെ വാഷിംഗ് മെഷീനിൽ കയറിയപ്പോൾ ഈ പറഞ്ഞ കറകളെല്ലാം അലക്കി എടുത്ത് വെളുപ്പിച്ച് വെച്ചിരിക്കുന്നു. ആ കേസുകളൊക്കെ ആവിയായി. വളരെ സ്പെസിമെൻ എന്ന് പറയാവുന്ന ഏറ്റവും പ്രമാദമായ 2-3 കേസുകളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെയാണ് കേസുകൾ. അപ്പോൾ ഈ വാഷിംഗ് മെഷീനിലേക്ക് കൂടുതൽ ആളുകളെ വിളിക്കാനും ഞങ്ങൾ അലക്കി വെളുപ്പിച്ച് തരാം, ഇല്ലെങ്കിൽ അകത്ത് കിടന്ന് ഒരു സ്ഥാനവും ഇല്ലാതെ കിടക്കേണ്ടി വരും എന്നൊരു സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഈ നിയമനിർമ്മാണം? ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനലിൽ നമ്മുടെ മാതൃഭൂമി ഉൾപ്പെടെ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഈ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു മാധ്യമ പ്രവർത്തക, ഒരു മോഡൽ കൂടിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയുടെ തുറന്നു പറച്ചിൽ ഇപ്പോൾ നമ്മുടെ മലയാള ചാനലുകളിലെല്ലാം ബ്രേക്കിംഗ് കൊണ്ടിരിക്കുക. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കൂ. ഈ പറഞ്ഞത് അദ്ദേഹം നാളെ ഇനി അങ്ങ് കോൺഗ്രസ് അധികാരത്തിൽ, അല്ലെങ്കിൽ ഏതാണോ ആരോഗ്യം എനിക്കറിയില്ല ആളായിരുന്നു, അത് അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് എന്നുണ്ടെങ്കിലുള്ള സാഹചര്യം എന്താണ്? ഒരു യുവതിയുടെ, ഒരു സ്ത്രീയുടെ മൊഴിയിൽ കേസെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ ഈ നേരത്തെ ശ്രീ അരുൺകുമാർ പറഞ്ഞ ആ ഇമ്മ്യൂണിറ്റിയോടുകൂടി ജയിലിൽ പോയി കിടന്ന് ഭരിക്കണമെന്നാണോ പറയുന്നത്? നോക്കൂ, ഇതേപോലുള്ള ധാരാളം പുഴുക്കുത്തുകൾ ഉണ്ട് രാഷ്ട്രീയത്തിൽ. ഇതൊക്കെ ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. ഇത് പറയുമ്പോഴാണ് ഈ ജിൻഡോ ജോൺ അദ്ദേഹം വളരെ എന്താ പറയുക ഭംഗിയായ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി. എന്താണ് സാർ 39ാമത്തെ അമെൻമെന്റ്, 39th അമെൻമെന്റ് എന്തിനായിരുന്നു സാർ നടത്തിയത് 1975 ശ്രീ ഇന്ദിരാഗാന്ധി? എന്തിനാണ് ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമെൻമെന്റ് കൊണ്ടുവന്നത്? എന്തിനാണ് സാർ 42 അമെൻമെന്റ് 42 6 വർഷം ദീർഘിപ്പിക്കാൻ നടത്തിയത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള കവചങ്ങളിൽ നിന്നുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. ഇപ്പൊ അടിയന്തരാവസ്ഥയാണോ ഇങ്ങനെയുള്ള? അതെ അതെ, അല്ലല്ല, ഞാൻ അമെൻമെന്റിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. അടിയന്തരാവസ്ഥയാണെന്ന് അങ്ങനെ തോന്നലേ എന്ത് പറ്റല്ല, അമെൻമെന്റിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. അടിയന്തരാവസ്ഥ കാലത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചരിത്രം പരിശോധിക്കാൻ അനഭിലഷണീയമായ ചില അമെൻമെന്റുകൾ ഉണ്ടായി, അതേക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്. അപ്പൊ അതിന് സമാനമായ അവസ്ഥയാണെന്ന് സമ്മതിക്കുകയാണ്. അല്ലല്ല, ജിൻഡോ ജോൺ നടത്തിയ രാഷ്ട്രീയ പ്രസംഗം അങ്ങ് വളരെ കുളിർമയോടെ കേട്ടോണ്ടിരുന്നതല്ലേ? ഞാനിവിടെ ഒന്ന് പറഞ്ഞോട്ടെ, അങ്ങ് എന്നെ കൂടെ സംസാരിക്കാൻ ശ്രമിക്കാതെ. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞ വാദകം തന്നെയാണ് കറക്റ്റ്. രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം ആവശ്യമാണ്. ഹേമന്ത് സോറനെ പോലുള്ളവരെ ഇവിടെ അഭിമാനത്തോടെ ശ്രീ ജിൻഡോ ജോൺ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹേമന്ത് സോറനെ പറ്റി അഭിമാനത്തോടെ സംസാരിക്കുന്നു, ലാലു പ്രസാദ് യാദവിനെ പറ്റി അദ്ദേഹം അഭിമാനത്തോടെ സംസാരിക്കുന്നു, സെന്തിൽ ബാലാജിയെ പറ്റി അഭിമാനത്തോടെ സംസാരിക്കുന്നു, മനീഷ് സിസോദിയെ പറ്റി അഭിമാനത്തോടെ സംസാരിക്കും. സാർ, ഇവരാരും ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ട് ജയിലിൽ പോയ ആൾക്കാരല്ല. ഇവരെല്ലാവരും അഴിമതി ആരോപണങ്ങളെ തുടർന്നും കുംഭകോണത്തെ തുടർന്നും ജയിലിലേക്ക് പോകാൻ തയ്യാറായവരാണ്, അത്തരത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ജയിലിലേക്ക് അടയ്ക്കപ്പെട്ടവരെ ഒരു മിനിറ്റ് ഞാൻ നിർത്തിക്കോളാം, ഞാൻ അങ്ങയുടെ സമയം അധികം എടുക്കില്ല. ഒരു ചോദ്യം, അടയ്ക്കപ്പെട്ടവരെ കൺക്ലൂഡ് ചെയ്തിട്ട് സമയം തരാം. കണ്ടിന്യൂ ചെയ്യൂ. അടയ്ക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയത്തെ അത് X ആയാലും Y ആയാലും ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇപ്പൊ ഈ അരുൺകുമാറിന്റെയും ശ്രീ ജിൻഡോ ജോണിന്റെയും ഒക്കെ പറച്ചിലേക്കുന്ന സമയത്ത് നിങ്ങൾ വിധി എഴുതുകയാണോ ഈ രാജ്യം ഉള്ളത്തോളം കാലം ഇനി നരേന്ദ്രമോദിയും അല്ലെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഈ നാട് ഭരിക്കുന്നുള്ളത്? അല്ലാതെ BJPയുടെ പ്രതിനിധികളും പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ല. പ്രധാനമന്ത്രി ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അത് തന്നെയാണ് നിയമം, അത് തന്നെയാണ് അമെൻമെന്റ്. അത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് സാർ എഴുതാപ്പുറം വായിക്കുന്നത്? നമുക്ക് ചർച്ച ചെയ്യാം. JPCക്ക് പോയിട്ടുണ്ടല്ലോ, 31 സമിതി പരിശോധിക്കുമല്ലോ, നമുക്ക് ചർച്ച ചെയ്യാം, സംവാദങ്ങളിൽ ഏർപ്പെടാം, പരിശോധിച്ചതിന് ശേഷം വേണ്ടുന്ന തിരുത്തലുകൾ വരുത്താം.
അതിനപ്പുറത്ത് വെറുതെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ കിടന്ന് ഈ പാർലമെന്റിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ പേപ്പർ കീറി എറിയുക, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിയമസഭയെ പരിശോധിക്കേണ്ടതാണ്. ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോ പ്രമാദമായ നിങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുള്ള അഴിമതി കേസുകൾ, ശാരദാ സ്കാം, നാരദയുടെ വെളിപ്പെടുത്തൽ, അശോക് ചവാനെതിരെ ഉന്നയിച്ച ആദർശ് ഫ്ലാറ്റ് കുംഭകോണം, മഹാരാഷ്ട്ര ഇറിഗേഷൻ സ്കാം, വ്യോമയാന സ്കാം, ഇങ്ങനെ BJP രാഷ്ട്രീയമായി പ്രകമ്പനം കൊള്ളിച്ച അരുൺ ജെയ്റ്റ്ലിയും സുഷമ സ്വരാജും സഭാതലത്തിൽ പ്രകമ്പനം കൊള്ളിച്ച പ്രമാദമായ അഴിമതി ആരോപണങ്ങളിൽ ഇപ്പോ കേസ് എവിടെ? ആ കേസിൽ ആരോപണ വിധേയരായവരൊക്കെ ഇപ്പൊ നിങ്ങളുടെ ചിറകിനടിയിൽ സുരക്ഷിതരാണല്ലോ. നിങ്ങൾക്ക് ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, BJPയുടെ മെമ്പർഷിപ്പ് എടുക്കുക. ആ സംവിധാനത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനാണോ ഇപ്പോ ശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞ് പുതിയ ഏർപ്പാട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സംശയം. സാർ, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ എന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത്. എക്സ് ആയാലും വൈ ആയാലും ആരായാലും രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം ആവശ്യമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ സദ്ഭരണം ആവശ്യമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്യൂരിറ്റി ആവശ്യമാണ്. ഹലോ, ശരി, ശ്രീ ജിൻഡോ ജോൺ എന്തോ ചോദിക്കാനുണ്ടായിരുന്നല്ലോ, ചോദിച്ചോളൂ. അഭിലാഷ്, ഞാൻ പെട്ടെന്ന് നിർത്താം. ഒറ്റ കാര്യമുള്ളൂ. ഈ ലാലു പ്രസാദ് യാദവും ഹേമന്ത് സോറനും അല്ലെങ്കിൽ സിസോദിയൊന്നും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരാട്ടത്തിൽ ജയിലിൽ കിടന്നല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്, താങ്കൾക്കുള്ളത് പോലെ തന്നെ. പക്ഷേ അങ്ങ് സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ കിടന്ന പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരനായിട്ടുള്ള കോൺഗ്രസ്സുകാരനായിട്ടുള്ള എനിക്ക് ബോധ്യമുണ്ട്, ഇന്ന് നരേന്ദ്രമോദി കൊണ്ടുവരുന്ന ഈ നിയമമൊക്കെ നിങ്ങളെ എതിർക്കുന്ന മുഴുവൻ ആളുകളെയും ജയിലിൽ ഇടാനും അസ്ഥിരപ്പെടുത്താനും വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും മാത്രം വാലിഡ് ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത്? പ്രധാനമന്ത്രിയെ എന്തായാലും ആരും ചോദ്യം ചെയ്യില്ല, കാരണം ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രശ്നങ്ങൾക്കെതിരെ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല ഇത്രയും കാലത്തിനിടയിൽ. അങ്ങനെയാണെങ്കിൽ MP-മാർക്ക് ഇതൊന്നും ബാധകമല്ലേ? കർണാടകയിലെ JDS-ന്റെ MP പ്രജ്വൽ രേവണ്ണ റേപ്പ് കേസിലടക്കം നിരവധി കേസിൽ പ്രതിയായിട്ട് ശിക്ഷിക്കപ്പെട്ടല്ലോ. ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക് അടക്കം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ? അങ്ങനെയാണ് അവരെയൊക്കെ പുറത്താക്കണമെന്നൊരു വാക്ക് പറയാൻ നരേന്ദ്രമോദിക്ക് പറ്റിയിട്ടുണ്ടോ? പ്രജ്വൽ രേവണ്ണയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയ നേതാവല്ലേ നരേന്ദ്രമോദി? തെറ്റായിപ്പോയി എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ താങ്കൾ പറയുന്നു ഏതോ നേതാവിനെതിരെ ഏതോ പ്രവർത്തക പറഞ്ഞു എന്ന്. നേതാവിന്റെ പേര് പ്രവർത്തക പറയുകയും അങ്ങനെ ഒരു പോലീസ് കേസ് ഉണ്ടാകുകയും അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ നേതാവിന് ഈ പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാകില്ല എന്ന് പറയാനുള്ള ആർജവും കോൺഗ്രസിനുണ്ട്. അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ഇനി അതിനപ്പുറത്ത് ഞങ്ങൾ വൈറ്റ് വാഷിംഗ് മെഷീൻ ഒന്നും നടത്തുന്നില്ല, വാഷിംഗ് മെഷീൻ ഒന്നും നടത്തുന്നില്ല, നിങ്ങൾ കൊണ്ടുപോയി വൈറ്റ് വാഷ് നടത്തി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഞങ്ങൾക്കില്ല. അങ്ങനെ ശുദ്ധീകരിച്ച പ്രക്രിയ നടത്തി BJP ആണ് ഈ രാജ്യത്തെ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന നരേന്ദ്രമോദിയാണ് പൂജാരി. പാതിരായ്ക്ക് പോക്കറ്റിൽ നിന്ന് ഒരു ബില്ല് എടുത്തുകൊണ്ടല്ല നിങ്ങൾ നിയമം പാസ്സാക്കേണ്ടത്. അല്ലെങ്കിൽ പാതിരായ്ക്ക് നരേന്ദ്രമോദിക്ക് വെളിപാടുണ്ടാകുമ്പോൾ പറയേണ്ടതല്ല നോട്ട് നിരോധനവും അഴിമതി വിരുദ്ധ പ്രവർത്തനവും ഈ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടത്തണം. അപ്പൊ നിങ്ങൾ പറയുന്നു എല്ലാ കാലത്തും BJP അധികാരത്തിൽ ഇരിക്കില്ലല്ലോ എന്ന്. ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിന് പോലും ഉറപ്പില്ലെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വീണ്ടും ആളുകളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാ ഈ ബില്ലുകൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. ശരി, എന്തായാലും BJP പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ തവണ 2024 അദ്ദേഹം അഭിലാഷ്, എന്റെ അഭിപ്രായത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ 52 വെട്ടി കൊന്നതിന് ശേഷം ആ കേസിൽ 6ാം പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടന്നപ്പോഴും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് ഇരുന്നവരും ഈ നിയമത്തിന്റെ പരിധി കൊണ്ടുവരണം. എല്ലാവരെയും കൊണ്ടുവരണമെന്നേ. ശരി, രാഷ്ട്രീയം ശുദ്ധീകരിക്കപ്പെടട്ടെന്ന്. ശരി, ഓക്കെ. ശ്രീ അരുൺകുമാർ, ഇപ്പോ ഇന്ന് വരാം, ഞാൻ അടുത്ത റൗണ്ടില് ജിൻഡോയിലേക്ക് വരാം. അരുൺകുമാർ, വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ആളുകളെ കൊന്നു കളഞ്ഞ അമിത്ഷാ അടക്കമുള്ള ആളുകളും ഈ കേസിൽ പരിധിയിൽ വരണം, ഈ നിയമത്തിന്റെ പരിധിയിൽ വരണം. നിങ്ങളുടെ നേതാവ് KC വേണുഗോപാലിന് കൃത്യമായി ശ്രീ അമിത്ഷാ മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങ് കേട്ടില്ലേ? ശരി, ഞാൻ ഈ ആരോപണം ഉയർന്ന് ജയിലിൽ പോകുന്ന ഞാൻ രാജിവെച്ചിട്ട് പോയതിനു ശേഷം എനിക്ക് തിരിച്ച് എന്നെ കുറ്റവിമുക്തനാക്കി കോടതി മാറ്റിയതിനു ശേഷമാണ് ഞാൻ തിരിച്ച് ഭരണഘടനാ പദവിയിലേക്ക് വന്നതെന്ന് കൃത്യമായ മറുപടി കൊടുത്തില്ലേ നിങ്ങളുടെ നേതാവ് ശ്രീ KC വേണുഗോപാൽ? ഒക്കെ ഈ രാജ്യത്ത് ഒരുപാട് ചർച്ചകൾ ആവശ്യമാണെന്ന് തോന്നുന്നു. പക്ഷേ അരുൺകുമാർ, ഇപ്പോൾ ഈ നിയമം വന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ നിലയിൽ ഒരു ആരോപണം വരികയാണെങ്കിൽ
ആ ആരോപണത്തിൽ കോടതി പരാമർശം ഉണ്ടായാൽ തന്നെ രാജിവെക്കാറുണ്ട്. ഏത് കേസുമാവട്ടെ, അഴിമതിയാവട്ടെ, അതല്ലെങ്കിൽ ലൈംഗിക ആരോപണമാവട്ടെ, കേസ് എടുക്കപ്പെട്ട് കോടതി പരാമർശം ഉണ്ടായാൽ, നമുക്ക് ഏറ്റവും ഒടുവിലത്തെ തന്നെയുള്ള ഉദാഹരണങ്ങൾ അറിയാം. കെ മാണി അടക്കം രാജിവെച്ചിട്ടുണ്ട്. ഇനി മറ്റ് തരത്തിലുള്ള അപവാദങ്ങളിൽ എത്രയോ ആളുകൾ, പി ജെ ജോസഫ്, നീലലോഹിത ദാസൻ നാടാരടക്കം രാജിവെച്ചിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ ജയിലിൽ പോകാനൊന്നും ആരും കാത്തു നിൽക്കാറില്ല നമ്മുടെ സിസ്റ്റത്തിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ ജയിലിൽ പോയാൽ അവർ ആ സ്ഥാനത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായി അയോഗ്യരാക്കപ്പെടും 30 ദിവസം കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കാനാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഒരു ആരോപണം വന്ന് അതിൽ കേസെടുക്കപ്പെട്ടാൽ അവർ ആ ആരോപണത്തിൽ നിരപരാധികളാണെന്ന് തെളിയുന്നത് വരെ മാറി നിൽക്കുക എന്ന ഒരു രാഷ്ട്രീയ മര്യാദ കൂടി അതിനകത്തില്ലേ? അവരെ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അഭിലാഷേ, അതിനുമുമ്പ് ഒറ്റ വാചകത്തിനൊരു മറുപടി പറയട്ടെ. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഞാൻ രാജിവെച്ച് പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നില്ലെന്ന. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ആ ഒരു വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം തനിക്കെതിരെ ഉള്ള കേസ് പരിഗണിച്ചുകൊണ്ടിരുന്ന ജഡ്ജി ഒരു തരത്തിലും അങ്ങ് വഴങ്ങാൻ തയ്യാറായത് വന്നപ്പോ ആ ജഡ്ജി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു, മരണപ്പെട്ടു. ആ ജഡ്ജി എങ്ങനെ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നതിനെ കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെന്നപ്പോ പരമോന്നത നീതിപീഠം അത് അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ ചരിത്രം ഈ രാജ്യത്തുണ്ട്. അതായത് തങ്ങളുടെ സഹപ്രവർത്തകനായ ഒരു സെഷൻ ജഡ്ജി ദുരൂഹമായിട്ട് കൊല ചെയ്യപ്പെടുന്നു, മരണപ്പെടുന്നു, അത് അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു രാജ്യമാണിത്. അപ്പൊ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ BJP നേതാവ് അങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പോകേണ്ടതില്ല. സമയമുണ്ടെങ്കിൽ അത് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ചോദിച്ചല്ലോ, ഈ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ബേസിക് സ്ട്രക്ചറാണ്. ആ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്തുന്ന ഒരു നിയമനിർമ്മാണവും പാടില്ല, ഒരു ഇടപെടലും പാടില്ല. കാരണം ജനാഭിലാഷമാണല്ലോ ഒരാളെ മന്ത്രിയാക്കുന്നത്, മുഖ്യമന്ത്രിയാക്കുന്നത്. ആ ജനാഭിലാഷത്തെ തകർക്കാൻ വേണ്ടി ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് കഴിയും. ആ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഒരു ഒരു ആരോപണം മതി. ഇപ്പൊ ഞാനൊരു കുറ്റകൃത്യം ചെയ്തു, അഭിലാഷ് പറഞ്ഞിട്ടാ ഞാനത് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്റെ ഒപ്പം അഭിലാഷം പ്രതിയായി. അത് അഭിലാഷ് പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ തമ്മിൽ വല്ല ഫോൺ സംഭാഷണമുണ്ടോ, മറ്റു തെളിവുകളുണ്ടോ എന്ന് കണ്ടെത്തുന്നത് ഡ്യൂറിംഗ് ദി ഇൻവെസ്റ്റിഗേഷൻ ആണ്, അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. അന്വേഷണം ചിലപ്പോൾ 1 കൊല്ലം എടുക്കും, 2 കൊല്ലം എടുക്കും, 5 കൊല്ലം എടുക്കും, 10 കൊല്ലം എടുക്കും. അത് അവസാനം കുറ്റപത്രം വരിക. ആ കുറ്റപത്രം വരുമ്പോഴോ നമ്മൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല, റഫർ റിപ്പോർട്ട് കൊടുത്ത അഭിലാഷിന്റെ പേര് ചിലപ്പോൾ ഒഴിവാക്കുന്നത് 5 കൊല്ലം കഴിഞ്ഞായിരിക്കും, 10 കൊല്ലം കഴിഞ്ഞായിരിക്കും. ഇതിനിടയിൽ 5-6 മാസം ജയിലിൽ കിടക്കും. ജയിലിൽ കിടന്നാലോ അപ്പോൾ എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെടും. ഇത് ഒരു പോലീസ് ഓഫീസറുടെ ഭാവന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളത്തെളിവ് ഒരു വ്യക്തി തീരുമാനിക്കുകയാണ്, ഒരു വ്യാജ മൊഴി കൊടുക്കണം. അങ്ങനെ ഏതു തരത്തിലും ഒരു ക്രിമിനൽ കേസിന്റെ ഭാഗമായിട്ട് ഒരു തെളിവുണ്ടാക്കപ്പെട്ടാൽ ഒരു ജനങ്ങൾക്ക് മുന്നിൽ ഒരു രാഷ്ട്രീയ നേതാവിനുള്ള എല്ലാ ഡിഗ്നിറ്റിയും നഷ്ടപ്പെടും, അദ്ദേഹത്തിന്റെ കരിയർ നഷ്ടപ്പെടും, അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലും നഷ്ടപ്പെടും. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ചെറുപ്പത്തിലെ മുതൽ ത്യാഗോജ്വലമായ ഇടപെടലിലൂടെ, സമര പോരാട്ടങ്ങളിലൂടെ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ കണ്ണീരൊപ്പി, ദുഃഖമായാലും സന്തോഷമായാലും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഡിഗ്നിറ്റി ഏത് രാഷ്ട്രീയമാകട്ടെ അത് വാർത്തി കൊണ്ടുവരുന്നത്. ഒരു കള്ളമൊഴി വരുമ്പോഴേക്കും രാജിവെച്ച് പുറത്തു പോകേണ്ടി വരിക, അവന്റെ എല്ലാ രാഷ്ട്രീയ ഭാവിയും നശിക്കുക, അവന്റെ എല്ലാ പേരും പ്രശസ്തിയും നശിക്കുക. അത്തരത്തിൽ എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ രാജ്യത്ത് കണ്ടത്, അടുത്ത കാലത്ത് കണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ കുറെ ഉദാഹരണങ്ങൾ. അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തിയില്ലേ? എങ്ങനെയാ NCP പിളർത്തിയെ? എങ്ങനെയാ ശിവസേനയെ പിളർത്തിയെ? ആ മഹാരാഷ്ട്രയിലെ ഭരണം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ അന്വേഷണ ഏജൻസികളെ തലങ്ങും വിലങ്ങും അന്വേഷിച്ചില്ലേ? തലങ്ങും വിലങ്ങും അറസ്റ്റ് ചെയ്തില്ലേ? ഇവർ തന്നെ വാർത്ത ലീക്കേജ് ചെയ്ത് കൊടുത്തില്ലേ? ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, സഖാവ് തോമസ് ഐസക്കിനെതിരെ ED കേസെടുത്തു. തോമസ് ഐസക്കിനെ സമൻസ് വരുത്തി വരാൻ പറഞ്ഞു. തോമസ് ഐസക്ക് പോയില്ല. ഹൈക്കോടതിയിൽ പോയി ഒരു കേസ് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് എന്നെ ED വിളിപ്പിച്ചത്? ഹൈക്കോടതി ചോദിച്ചു, എന്താണ് ED, എന്താണ് തോമസ് ഐസക്കിനെ വിളിപ്പിച്ചത്, എന്തിനാണ്? അപ്പൊ ED എന്താ പറഞ്ഞേ? 3 മാസം സമയം വേണം എന്തിനാണ് വിളിപ്പിച്ചതെന്ന് കോടതിയിൽ പറയാൻ. കോടതി സമയം കൊടുത്തു. പിന്നെ 6 മാസമായി, 1 കൊല്ലമായി, 2 കൊല്ലമായി. എന്തിനാണ് സഖാവ് തോമസ് ഐസക്കിനെ സമൻസ് അയപ്പിച്ച് ED വിളിപ്പിച്ചത് എന്ന് പോലും കണ്ടെത്താൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. ആ EDയെയാണ് വലിയ കേന്ദ്ര അന്വേഷണ ഏജൻസിയായി BJP തലയിൽ കൊണ്ടുവയ്ക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള സ്വർണം, അതുപോലെ ഖുറാന്റെ ഉള്ളിൽ വെച്ച സ്വർണം, ലൈഫ് പദ്ധതിയുടെ പേരിലുള്ള കടത്ത്, എവിടെ പോയി ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ? ഈ പുതിയ സാഹചര്യത്തിൽ ഏത് അന്വേഷണം വന്നാലും അങ്ങ് പിടിച്ച് അറസ്റ്റ് ചെയ്തങ്ങ് അകത്തിട്ടാ പോരെ, ഒരു തെളിവങ്ങ് ഉണ്ടാക്കിയാ പോരെ? ഇടയ്ക്ക് വെച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപേക്ഷിച്ചു പോകുന്ന അന്വേഷണങ്ങൾ, കുറ്റപത്രം പോലും കൊടുക്കാൻ കഴിയാത്ത യോഗ്യതയില്ലാത്ത കേസെന്ന് അവർ തന്നെ കണ്ടെത്തി റഫർ ചെയ്യുന്ന കേസുകൾ, ഈ കേസിന്റെ ഇടയിലും ഒരുപാട് ജീവിതങ്ങൾ തകർന്ന് അടിഞ്ഞു പോകുന്നുണ്ട്, ആരോപണങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്.
ജയിലിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്നുണ്ട്. ചെയ്ത കുറ്റം എന്താണെന്ന് പോലും അറിയാൻ യോഗ്യതയില്ലാത്തവരായി ഈ ജനാധിപത്യ രാജ്യത്ത് ആയിരക്കണക്കിന് ആളുകൾ മാറുന്നുണ്ട്. FIR-ന്റെ കോപ്പി പോലും കിട്ടുന്നില്ല. അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന പരാമർശം എന്താ? സൂപ്പർ പോലീസ് സമയണ്ട. അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം അന്വേഷണ ഏജൻസികൾ, അത്തരത്തിൽ അധികാരമില്ലാത്തടുത്ത് പ്രയോഗിക്കരുത്. അടുത്ത കാലത്ത് വന്ന നിരവധി റഫറൻസുകളുണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന്. ഈ കോടതികൾ വരെ ചില സമയത്ത് നിസ്സഹായരായി മാറുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് BJP-യുടെ രാഷ്ട്രീയ ലക്ഷ്യം വരുന്ന കാലത്തും ജയിക്കാനും ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനും ഇത്തരത്തിൽ പല തരികിടകളും വേണം. ആ തരികിടയ്ക്ക് നിയമസാധുത ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഏത് ഇടപെടൽ നടത്തിയാലും പരമോന്നത നീതിപീഠത്തിന് ഇടപെടാം. ജനങ്ങളാണ് ജനാധിപത്യത്തിൽ ഏറ്റവും പരമാധികാരി. അവർ ഇതിനെ എല്ലാം ചെറുത്തു തോൽപ്പിക്കും, യാതൊരു സംശയവും വേണ്ട. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ജിൻഡോ ജോൺ, ഈ നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. ഇപ്പോൾ പ്രതിപക്ഷം അതിനെ വളരെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ ഗ്രൗണ്ടിലാണ്, വോട്ടധികാർ യാത്ര നടത്തുന്നു. ഈ വട്ടം കേന്ദ്ര സർക്കാർ ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇപ്പോൾ പല നിയമനിർമ്മാണങ്ങളുടെയും ഭൂതകാലം ഇവിടെ ഉണ്ട്. വളരെ കാലം കഴിഞ്ഞിട്ടാണ് ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ടതുപോലെ. ഈവൻ പൗരത്വ ഭേദഗതി നിയമം 2019 നമുക്കറിയാം. അതിനുശേഷം അത് കോൾഡ് സ്റ്റോറേജിലായിരുന്നു നിരവധി സമയം. കർഷക നിയമങ്ങൾ പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ ഈ ലെജിസ്ലേഷൻ പ്രത്യേകിച്ച് നോക്കൂ, ഇന്നലെ രാത്രി 12 മണിയോ ഏതാണ്ട് ആ സമയത്താണ് ഈ ബില്ല് സർക്കുലേറ്റ് ചെയ്തത് പോലും. പാർലമെന്റ് അംഗങ്ങൾക്ക് അത് പഠിക്കാനുള്ള സമയം പോലും കിട്ടിയിരുന്നില്ല. ഈ നിയമനിർമ്മാണത്തിന്റെ ഇന്റൻഷൻ എന്താണ് എന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്? എല്ലാവരെയും കൂടി പിടിച്ച് അകത്തിടുക എന്നുള്ളത് ഇപ്പോൾ ഈ നിയമം ഇല്ലെങ്കിലും നടക്കുമല്ലോ. അപ്പോൾ അതിനപ്പുറത്ത് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, എല്ലാവരെയും പിടിച്ച് അകത്തിടുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമല്ല. അവരുടെ കൂടെ നിൽക്കാത്ത ആളുകളെ മാത്രം പിടിച്ചകത്തിടുന്നേ ഉള്ളൂ. കൂടെ നിൽക്കാൻ പറ്റുന്ന പരമാവധി ആളുകളെ അവർ കൂട്ടാൻ വേണ്ടിയിട്ടും വിരട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ. അതിപ്പോൾ ഓൾറെഡി PMLA ആക്ടും UAP ആക്ടും ഒക്കെ അതിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ നിയമം ഇപ്പോൾ ബീഹാറിലാണ് വോട്ടധികാർ യാത്ര നടക്കുന്നു. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രതിഷേധവും പ്രകടനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാറിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചന്ദ്രബാബു നായിഡുവിനൊക്കെ ഒരു മനസ്സുമാറ്റം ഉണ്ടായാൽ, അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ ചില ആയുധങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നുള്ളൊരു സന്ദേശം മാത്രമാണ് നൽകുന്നത്. എന്തായാലും ഞാൻ വിചാരിക്കുന്ന അവരൊക്കെ കുറെ കൂടി കൗശലമുള്ള നേതാക്കന്മാരായതുകൊണ്ട് ഈ ബില്ല് ഒരു കാരണവശാലും പാസ്സാക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. അവരും ഇത് നോക്കി നിൽക്കുന്ന ആളുകളാണല്ലോ. സ്വാഭാവികമായിട്ടും ഈ ബില്ല് യാതൊരു ഉപകാരവുമില്ലാതെ അമിത്ഷാ ഇത് അവതരിപ്പിച്ച പോലെ തന്നെ മടക്കി പോക്കറ്റിലിടാനാണ് സാധ്യത. പാർലമെന്റിൽ പാസ്സാക്കാൻ സാധ്യതയില്ല. അഥവാ പാസ്സായാൽ പോലും സുപ്രീം കോടതിയിൽ അത് നിലനിൽക്കാൻ സാധ്യതയില്ല. അങ്ങനെ പല കാര്യങ്ങളും അവിടെയുണ്ട്. പക്ഷേ ഇത് ഈ രാജ്യത്തിന്റെ ഫെഡറൽ സിസ്റ്റത്തിന് വിഘാതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണ് ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾക്ക് തയ്യാറാകാതെ പ്രതിപക്ഷ MP-മാർക്ക് അത് നേരത്തെ കൂട്ടി അതിന്റെ ഇന്റിമേഷൻ കൊടുക്കാതെ, അത് അറിയിക്കാതെ, അതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് പോലും നിൽക്കാനുള്ള ധൈര്യമില്ലാതെ പെട്ടെന്ന് ഇത് എടുത്ത് വായിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് എടുത്ത് വായിക്കുന്ന ബില്ലുകളുടെ ഒക്കെ ചരിത്രം നമ്മൾ നോക്കൂ. നരേന്ദ്രമോദി പെട്ടെന്ന് എടുത്ത് വായിച്ച് പ്രഖ്യാപിച്ചതാണ് നോട്ട് നിരോധനം. കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും തീവ്രവാദ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഭീകരവാദ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ കള്ളപ്പണം ഇല്ല എന്ന് മാത്രമല്ല, മുഴുവൻ കള്ളപ്പണവും BJP-യുടെ കേന്ദ്ര ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. BJP-ക്ക് വേണ്ടപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. തീവ്രവാദ ആക്രമണവും ഭീകരവാദ ആക്രമണവും കൂടുകയും ഓപ്പറേഷൻ സിന്ദൂരിന് കാരണമായിട്ടുള്ള പഹൽഗാം ആക്രമണം അടക്കം നടക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ രാജ്യം പോയി. അപ്പോൾ ഇതെല്ലാം ചില ഇവരുടെ പൊറാട്ട് നാടകങ്ങൾ മാത്രമാണ്. വോട്ടധികാർ യാത്രയുടെ മാധ്യമ ശ്രദ്ധ, ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്, വോട്ട് ചോരിയുടെ മാനക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട്, വോട്ട് കൊള്ളയിലൂടെ ജനാധിപത്യം മോഷ്ടിച്ചുകൊണ്ട് അധികാരത്തിലിരിക്കുമ്പോൾ പെരുവഴിയിൽ വിവസ്ത്രനായി നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പാപ്പരത്വം മറച്ചു പിടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കടലാസ് കഷ്ണമായി മാത്രമേ ഈ നിയമത്തെ ഈ ബില്ലിനെ നമ്മൾ കാണേണ്ടതുള്ളൂ. ശരി, ഫൈനൽ 2 മിനിറ്റ് മറുപടി പറഞ്ഞോളൂ ശ്രീ ജിതിൻ ദേവ്. ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്രയും ശക്തമായ ഒരു പ്രതിഷേധം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതിപ്പോ JPC-ക്ക് വിട്ടു. ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ദോശ ചുടുന്നത് പോലെ പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പൊ സഭയിലില്ല. ഇവിടെ ശ്രീ അരുൺകുമാർ വളരെ വൈകാരികമായിട്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകരുടെ അവകാശങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. സാർ, നമ്മുടെ രാജ്യത്ത് ഒരു 1965 സെൻട്രൽ സിവിൽ സർവീസ് ആക്ട് നിലനിൽക്കുന്ന രാജ്യമല്ലേ? 48 മണിക്കൂർ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നാൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു നിയമമുള്ള രാജ്യമാണ് സാർ. ഈ പാവം പിടിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്കില്ലാത്ത എന്ത് പരിരക്ഷയാണ് സാർ ഈ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടത്? ധാർമ്മികതയോടെ നേതാക്കന്മാർ
തെറ്റിദ്ധരിപ്പിക്കില്ല. അങ്ങനെ ഒരു നിയമമില്ല. പോലീസ് സർക്കാർ ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലാവുന്ന നിയമം നമ്മുടെ ജോലി രാജ്യത്തുണ്ട് പോകുന്ന സാർ, പരിശോധിച്ചാൽ. അപ്പൊ അതുകൊണ്ട് നിയമമില്ല. അതുകൊണ്ട് റിമാൻഡിൽ പോയാൽ ഉണ്ട് സാർ പരിശോധി. ഞാനത് തന്നെ പറഞ്ഞത് ജുഡീഷ്യൽ കസ്റ്റഡി, സോറി പോലീസിലെ ജുഡീഷ്യൽ കസ്റ്റഡി അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീ ജിൻഡോ അതെ ശരി കൺക്ലൂഡ് സമയം പോയി കൺക്ലൂഡ് ചെയ്യും. നിങ്ങൾ അത്രയൊന്നും പരിചയമായിട്ടില്ല സാർ. പിന്നെ ഇവിടെ ശ്രീ ജിൻഡോ ജോൺ ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു നടപ്പിലാക്കാൻ സാധ്യത. സാർ GST നടപ്പിലായി സാർ, സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് രാജ്യത്ത് നടപ്പിലായി സാർ. എന്ത് ഗുണമുണ്ടായി? വനിത സംവരണം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി? ഇതൊക്കെ നടക്കും സാർ. അമിത്ഷാ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താനുള്ള തന്റേടവും ആർജവും ഉള്ള രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയ പാർട്ടിയും തന്നെയാണ് സാർ ഭാരതീയ ജനതാ പാർട്ടി. ശരി നമുക്ക് അവസാനിപ്പിക്കാം. അതാണ് പറയുന്നത്. എന്റെ കുഴപ്പമില്ല. അത് അങ്ങേക്ക് എങ്ങനെയും അങ്ങയുടെ ബോധവും ബോധ്യവും അനുസരിച്ച് കൊലപാതകത്തിന് ഉത്തരവാദി എന്ന് ഈ രാജ്യം വിശ്വസിക്കുന്ന ശരി നമുക്ക് തൽക്കാലം ചർച്ച അവസാനിപ്പിക്കാം. ഒരുപക്ഷെ പ്രതിപക്ഷം ഇത്ര സ്ട്രോങ് ആയി നിന്നാൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. വളരെ നന്ദി മൂന്ന് പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.